ചെറുകഥ വിരാറിലെ ഒരു രാത്രി. രചന പ്രേംരാജ് KK. ഏറ്റവും പുത്തനും മോട്ടോർ ഘടിപ്പിച്ചതുമായ വീൽ ചെയറുകൾ 5 ഓഫീസിന് മുന്നിൽ ഇറക്കുമ്പോൾ ദിവാകരൻ കൂടെ നിൽക്കുന്ന ജോലിക്കാരനോട് പറഞ്ഞു, ഇതിൽ 1 എൻ്റെ കാറിൽ വെക്കുക, ബാക്കിയുള്ളത് സംഭാവനയായി കൊടുക്കാനുള്ളതാണ്. എന്ന് കൊടുക്കാനാണ്? നമ്മുടെ ആനിവേഴ്സറിക്ക്. ശരി സാർ, ഇത് സാറ് കൊണ്ടുപോകുമോ അഥവാ വീട്ടിലെത്തിക്കണമോ? വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് ദിവാകരൻ തൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ദിവാകരൻ സാറിന്റെ മരുമകൻ രാകേഷിനു വേണ്ടി മാറ്റിവെച്ചതാണ് ആ വീൽ ചെയർ. അവനിപ്പോൾ 25 വയസ്സ് പ്രായമുണ്ടാകും. അന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അവന് അന്ന് 6-7 വയസ്സ്. വൈകുന്നേരം 6 മണിക്ക് തന്നെ പരിപാടി തുടങ്ങണം. പാട്ടുകാരും വാദ്യോപകരണം വായിക്കുന്നവരും ഒക്കെ എത്തിയിട്ടുണ്ട്. ടെമ്പോ വാനിൽ കോഴിക്കോട് നിന്നും പുറപ്പെട്ട ഗായക സംഘം ലോഡ്ജിൽ വിശ്രമത്തിലാണ്. എന്നാൽ ഗായിക വനജ വിശ്രമമൊക്കെ മതിയാക്കി കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്ന് സംഘാടകർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. കൃഷ്ണൻ ചേട്ടാ, കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങണം. 6 മണിക്ക് ഗാനമേള തുടങ്ങിയാൽ 2.5 മണിക്കൂർ കൂട്ടി നോക്കിയാൽ 8:30 തീരും. 9 മണിക്ക് എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഉടനെ തന്നെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർക്ക് പുറപ്പെടേണ്ടതുണ്ട്. നാളെ കോഴിക്കോട് വേറെ പരിപാടിയുണ്ട്, അതാണ്. ഞാനും മഞ്ജുഷയും നാളെ രാവിലെ പുറപ്പെടുകയുള്ളൂ. മഞ്ജുഷ കോറസ് പാടുന്ന കുട്ടിയാണ്. കൃഷ്ണൻ വനജയുടെ അടുത്തേക്ക് ചെന്നു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നാളെ നിങ്ങൾക്കുള്ള വിമാന ടിക്കറ്റ് വരെ നമ്മുടെ കയ്യിലുണ്ട്. അത് നന്നായി. എല്ലാവർക്കുമുള്ള ഭക്ഷണം താജിൽ നിന്നും എത്തിക്കണം. പരിപാടി കഴിഞ്ഞ ഉടനെ അവർക്ക് ഭക്ഷണം നൽകണം. ഗായിക നിർദ്ദേശങ്ങൾ നൽകി. അതൊക്കെ ഏറ്റു. മാഡം പോയി വിശ്രമിച്ചോളൂ. ഏയ്, അതൊന്നും സാരമില്ല. നോക്കൂ, ഞാൻ നിങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ്. അതിനാൽ ചെറിയ ഉത്കണ്ഠ ഉണ്ടെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ടതില്ല. ഞങ്ങൾക്കത് മനസ്സിലാകും. സർഗധ്വനി എന്ന മലയാളി സംഘടന തുടങ്ങിയിട്ട് 5 വർഷം ആഘോഷിക്കുന്നു. അതിന്റെ ഭാഗമായി മലയാള സിനിമ പിന്നണി ഗായിക വനജയെ വിളിക്കാമെന്ന് കമ്മിറ്റി അംഗങ്ങൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെയുണ്ട് കമ്മിറ്റിയിൽ. 20-ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന ഈ വേളയിൽ നല്ലൊരു സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അതീവ സന്തുഷ്ടരാണ് സംഘടനയുടെ അഭ്യുതകാംക്ഷികൾ. പരിപാടിയുടെ ചെയർമാൻ കൃഷ്ണൻ കുഞ്ഞിമംഗലം ഊർജ്ജസ്വലനായി ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഉത്തരവാദപ്പെട്ട ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരു പെഗ് കഴിക്കാമായിരുന്നു എന്ന് അയാൾ പെരുപെടുത്തു. രാവിലെ മുതൽ തുടങ്ങിയതാണ് ഓഡിറ്റോറിയം തയ്യാറാക്കാനും ഡെക്കറേഷൻ ഒരുക്കാനും ഒക്കെയായി. അയാളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പടവുകൾ കയറി ദിവാകരൻ വരുന്നു. ദിവാകരേട്ടൻ സമിതിയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. ഈ സമിതിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നവരിൽ പ്രധാനിയാണ് ഇദ്ദേഹം. ഏതായാലും ഇദ്ദേഹത്തെ ഇവിടെ നിർത്തിയിട്ട് തനിക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് മുങ്ങാം എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. ദിവാകരൻ ഒരു പ്രമാണിയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടയാളും കൂടിയാണ്. ബിസിനസ് കൂടാതെ അല്പം കലാ സാമൂഹ്യ പ്രവർത്തനം, ഏതാനും സംഘടനകളുടെ ഭാരവാഹിത്വം എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് ആൾ അല്പം തിരക്ക് പിടിച്ച മനുഷ്യനാണ്. സ്വന്തമായ ഒരു 2 കെട്ടിടവും അതിൽ അയാളുടെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. അതിൽ ഹാർഡ്വെയർ, സിമന്റ്, കമ്പി, മറ്റു കെട്ടിട നിർമ്മാണ വസ്തുക്കൾ എന്നിവയുടെ ബിസിനസ്സാണ് കൂടുതൽ. കൃഷ്ണൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് ദിവാകരന്റെ കയ്യിൽ കയറി പിടിച്ചു. തേടിയ വള്ളിയല്ലേ കാലി ചുറ്റിയിരിക്കുന്നത്. ദിവാകരൻ വന്നത് വളരെ നന്നായി. പാട്ടുകാരി വനജ വന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുകയാണ്. അവർക്ക് കമ്പനി കൊടുക്കാൻ ആരെ കിട്ടും എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ദിവാകരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താനാണല്ലോ കമ്പനി കൊടുക്കാൻ പറ്റിയ ആൾ. അത് ശരിയായിരിക്കാം. എനിക്കൊന്ന് വീട്ടിൽ പോകേണ്ടതുണ്ട്, ഒരു 5 മിനിറ്റ്. ടോയ്ലറ്റിൽ പോകാനാണെങ്കിൽ ഇവിടെ സൗകര്യമുണ്ടല്ലോ. ഏയ് അതല്ല, കുറച്ച് പണം വീട്ടിലിരിപ്പുണ്ട്, അത് എടുക്കണം. അതിനെ ആരെങ്കിലും വിട്ടാൽ പോരെ എന്നായി ദിവാകരൻ ചേട്ടൻ. പോരാ, അത് ഇരിക്കുന്നയിടം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നിനക്കും സേഫ് ലോക്കർ ഉണ്ടോ? അതെന്താ, ദിവാകരേട്ടന് മാത്രമേ ലോക്കർ പാടുള്ളൂ എന്നുണ്ടോ? ശരി, താൻ പോയിട്ട് ചടയുന്നു വാ, ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. കൃഷ്ണൻ കയ്യിലിരുന്ന മൊമെന്റോ താഴെ വെച്ചിട്ട് ഓടി പടികൾ ചാടിയിറങ്ങി. അവന്റെ ഓട്ടം കണ്ടിട്ട് വേറെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ദിവാകരൻ ചിരിച്ചു. അയാൾ നേരെ കടന്നു ചെന്നത് കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ പാട്ടുകാരി വനജ ഇരിക്കുന്നു. ദിവാകരനെ കണ്ടതും അവർക്ക് സന്തോഷമായി. സാറെന്താ വൈകിയത്? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതെയോ? ഞാനും വനജയെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അല്പം കൊഞ്ചലോടെ വനജ ചോദിച്ചു. അതെന്താ സാറേ? വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ, അതിനാണല്ലോ നേരത്തെ വന്നത്. സാർ നേരത്തെ എത്തേണ്ട ആളല്ലേ, ഇതിന്റെയൊക്കെ കാര്യദർശി. ദിവാകരൻ കസേരയിൽ നിന്ന് മേൽപോട്ട് നോക്കി ഫാൻ കറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ശേഷം കൈകൾ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ വനജയും അങ്ങനെ ചെയ്തു. അവർ കൊച്ചുവർത്തമാനം പറയാൻ തുടങ്ങി. തമാശകൾ പറഞ്ഞ് ഇരുവരും ചിരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ദിവാകരൻ എഴുന്നേറ്റ് ഓഫീസിന്റെ വാതിലടച്ച് കുറ്റിയിട്ടു. എന്തിനാ സാറാ വാതിലടച്ചത്? വനജ ശൃംഗാരഭാവത്തോടെ ചോദിച്ചു. ആരെങ്കിലും കയറി വരേണ്ട എന്ന് കരുതി, വേറെ ഉദ്ദേശം ഒന്നുമില്ലാട്ടോ. അയാൾ ചിരിച്ചു. വനജയും കൂടെ ചിരിച്ചു. ദിവാകരൻ അറിയാതെ എന്നോണം വനജയുടെ കയ്യിൽ തട്ടി. അത് ആസ്വദിച്ചെന്നോണം അവർ അയാളെ നോക്കി ചിരിച്ചു. ഈ സമയം ചിലർ ഓഫീസിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഭരണകക്ഷിക്കെന്നും തലവേദനയായിരുന്ന എതിർപക്ഷത്തെ കൂട്ടർ അവസരങ്ങൾക്ക് വേണ്ടി തക്കം പാർത്തിരിക്കുന്ന സമയം തന്നെയായിരുന്നു അത്. ദിവാകരൻ തന്റെ കാമപരവേശം ഓരോന്നായി പുറത്തെടുക്കുന്നു. കെട്ടിപ്പിടുത്തവും ഉമ്മകൾ കൈമാറലും അപ്പോഴത്തെ ചെറിയ കലാപരിപാടികൾ മാത്രമായിരുന്നു. ഒരു ഘട്ടത്തിൽ വനജ എന്തോ ശബ്ദം കേട്ടിട്ടെന്നോണം പുറത്തേക്ക് ശ്രദ്ധിക്കുകയും വാതിലിനപ്പുറം ആരോ ഉണ്ടെന്നറിയുകയും ചെയ്തു. ഉടനെ അവർ ശബ്ദമുണ്ടാക്കി.
ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ദേ സാറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അവർ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കൃഷ്ണൻ തിരിച്ചെത്തിയിരുന്നു. ദിവാകരൻ എന്തെങ്കിലും ഒപ്പിക്കുന്നുവെങ്കിൽ താൻ ഒരു കട്ടുറുമ്പാകേണ്ട എന്ന് കരുതി അയാൾ മാറി നിൽക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അയാൾ ഓടി വന്നു. അവിടെ കൂടി നിന്നവർ രണ്ട് ചേരികളിലായി ബഹളമുണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഓഫീസിലെ ഫോൺ ശ്രദ്ധിച്ചു. കൃഷ്ണൻ ഓടിച്ചെന്ന് ഫോൺ എടുക്കുകയും മറ്റുള്ളവരോട് ബഹളമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. വനജ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനൊപ്പം പുറത്തേക്ക് നടന്നു. ഫോൺ താഴെ വെച്ച് കൃഷ്ണൻ ദിവാകരനെ വിളിച്ചു. ദിവാകരേട്ടാ, ചേട്ടന്റെ ബിൽഡിങ്ങിൽ എന്തോ അത്യാഹിതം നടന്നിരിക്കുന്നു. എന്താ, എന്ത് സംഭവിച്ചു? കൂടെ നിൽക്കുന്ന ആൾക്കാരെ വകഞ്ഞു മാറ്റി അയാൾ കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഏതോ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നാണ് ഫോൺ വിളിച്ചയാൾ പറഞ്ഞത്. അതെങ്ങനെ? ആരാണ്? എപ്പോൾ? അയാൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പെട്ടെന്ന് കൃഷ്ണൻ ദിവാകരന്റെ കയ്യിൽ പിടിച്ചു വലിച്ച കമ്മിറ്റി ഓഫീസിലേക്ക് കയറി വാതിലടച്ചു. ദിവാകരന്റെ സമാധാനപ്പെട്, അങ്ങോട്ട് പോയി നോക്കൂ, എന്നാലല്ല കാര്യങ്ങൾ അറിയൂ. മനസ്സിനെ നിയന്ത്രിക്കുക, എല്ലാം ശരിയാകും. ഞാനും കൂടെ വരാം. അത് വേണ്ട, ഇവിടെ താനുണ്ടാകണം. ടെൻഷൻ മാറുന്നില്ലല്ലോ. ദിവാകരൻ എന്ത് ചെയ്യണമെന്നറിയാതെ നെറ്റിയിലും നെഞ്ചത്തും തടവി. ഒരു കാര്യം ചെയ്യ്, 2 പെക്കടിച്ചാൽ ശരിയാവും. അയ്യോ അത് വേണ്ട, ആളുകൾ അറിയും. അതൊന്നുമില്ല, മണമില്ലാത്ത സാധനമാണ്. എന്നാലും മണക്കും. ഞാൻ ഏലക്കായോ മറ്റോ തരാം. എന്നാൽ വേഗം എടുക്കൂ. മരുമകൻ അവിടെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്, അവനെയും കൂട്ടാം. ശരി, അവനെ ഞാൻ വിളിക്കാം. ദിവാകരേട്ടൻ കഴിക്കൂ. കൃഷ്ണൻ ഒരു കുപ്പി മേശയുടെ കീഴിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. ജാറിൽ അല്പം വെള്ളവും. ദിവാകരൻ പെട്ടെന്ന് തന്നെ 2 പെഗ് അകത്താക്കി. കൃഷ്ണൻ പുറത്തു നിൽക്കുന്നവരോട് കാര്യം പറഞ്ഞു. അവരിൽ ഒരാൾ ദിവാകരന്റെ മരുമകൻ പയ്യനെ വിളിക്കാനോടി. ഈ ചെറുക്കൻ രാകേഷ് എവിടെ ഇരിക്കുന്നുവോ? ആ സമയം ദിവാകരൻ ഒരു പെഗ് കൂടി കഴിച്ചു. മതി, അധികമാവും ദിവാകരേട്ടാ. ഇല്ലടോ, ടെൻഷൻ മാറുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ രാകേഷ് ഹാജരായി. ഉടനെ ദിവാകരൻ പുറപ്പെട്ടു. അതിവേഗതയിലായിരുന്നു ദിവാകരൻ കാർ ഓടിച്ചത്. 20ഓളം കിലോമീറ്റർ ദൂരെയാണ് ദിവാകരന്റെ ഓഫീസ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ദിവാകരൻ ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാൾക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രം. സീറ്റ് ബെൽറ്റ് രക്ഷിച്ചു എന്ന് പറയാം. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഗ്ലാസ് തകർത്ത് രാകേഷ് റോഡിലേക്ക് തെറിച്ചു വീണിരുന്നു. മരുമകനെ അത്യാഹിത വിഭാഗത്തിൽ കയറ്റിയ ശേഷം ദിവാകരൻ ആശുപത്രിയിലെ ഫോണിൽ വീട്ടിലേക്കും ഓഫീസിലേക്കും വിളിച്ചു. അധികം താമസിച്ചില്ല. വീരാറിൽ തന്നെ താമസമുണ്ടായിരുന്ന ചില ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തി. അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അയാൾ ഓഫീസിലേക്ക് തിരിച്ചു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഓഫീസിൽ ഏതാനും പോലീസുകാരും ചില ഓഫീസ് ജോലിക്കാരും മാത്രം. വിവരം പുറത്തേക്ക് പോയിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തേക്ക് പോലീസുകാർ ദിവാകരനെ കൂട്ടിക്കൊണ്ടുപോയി. അത് അവളായിരുന്നു, രോഹിണി. ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി രോഹിണി. അവൾ ആത്മഹത്യ ചെയ്തതാണ്. വൈകുന്നേരം ആയതിനാൽ ജോലിക്കാരിൽ മിക്കവരും വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൾ ആ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ കാരണമുണ്ടായിരുന്നു. പോലീസുകാർ ചോദ്യങ്ങൾ തുടങ്ങി. വിഷക്കുപ്പിയും വായിൽ നിന്നുള്ള നുരയും പതയും കണ്ടപ്പോൾ തന്നെ പോലീസുകാർ അതൊരു ആത്മഹത്യയാണെന്ന് തീർച്ചപ്പെടുത്തി. തുടർന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് SI പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് കൃഷ്ണൻ ഫോണിൽ വിളിച്ചത്. ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും എന്ന് കരുതി ദിവാകരൻ തന്നെയാണ് ഫോൺ എടുത്തത്. ആരാ മരിച്ചത്? രോഹിണി, ഇവിടുത്തെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഓ, നിങ്ങളുടെ പാർട്ടി. കൃഷ്ണൻ ചിരിച്ചു. അയാൾ ചിരിച്ചത് ദിവാകരനെ അലോസരപ്പെടുത്തി. നിങ്ങളെന്താ എത്താൻ വൈകിയത്? വഴിയിലൊരു അപകടമുണ്ടായി. തുടർന്ന് അപകടത്തെക്കുറിച്ച് വിവരിച്ചു. കൃഷ്ണൻ ചിരിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ നടന്നത് വനജ പറഞ്ഞു. നിങ്ങൾക്ക് അവളോട് താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? പോടാ, അതൊക്കെ പറയേണ്ടുന്ന സമയമാണോ ഇത്? പരിപാടി തുടങ്ങിയോ? പരിപാടിയൊക്കെ തുടങ്ങി. ഈ കാര്യം എന്തെങ്കിലും പറയണമല്ലോ. വേണ്ട, അതൊക്കെ പിന്നെ പറയാം. ദിവാകരേട്ടാ, ഞാൻ ഒരു വാരികയിലാണ് ജോലി ചെയ്യുന്നത് അറിയാമല്ലോ. അതിലേക്ക് നല്ലൊരു വാർത്തയായി. അപ്പോഴും അയാൾ ചിരിക്കുകയായിരുന്നു. എന്ത് വാർത്ത? ഇത് തന്നെ, ഗായികയോട് ഒരു ബിസിനസ്സുകാരന്റെ കാമകേളി, പിന്നെ ഗർഭിണിയായ പെൺകുട്ടിയുടെ മരണം, പിന്നെ മദ്യപിച്ച് വണ്ടിയോടിച്ച് മരുമകനെ ആശുപത്രിയിലാക്കിയതും ചേർത്ത് നല്ലൊരു ഫീച്ചർ ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട്. ഏയ്, നീ കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്, ദിവാകരൻ പറഞ്ഞു. അല്ല, ഇടിവിട്ടവരെ പാമ്പ് കടിച്ചു എന്നും പറയാം. നീ അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് വേണ്ടത് ചെയ്യാം. ശരി, ഏറ്റോ. നിന്റെ കള്ളത്തരങ്ങൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിവാകരൻ ചോദിച്ചു. എനിക്കെന്ത് കള്ളത്തരം? ഞാൻ തോന്നിയ ദിവസം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കൃഷ്ണൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. ആഹാ, ഇല്ലെന്നോ? ഒരു വീട്ടിൽ കുറെ കാലം താമസിച്ച ശേഷം മുതലാളിയെ പറ്റിച്ച് ആ വീട് നിന്റെ പേരിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ കേസ് നടക്കുന്നത് ആർക്കും അറിയില്ലെന്ന് കരുതിയോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം. എനിക്ക് ഈ പ്രോപ്പർട്ടി ശരിയാക്കി തന്നാൽ ചേട്ടന്റെ വാർത്താ ഫീച്ചർ ഉണ്ടാക്കുന്നതിൽ നിന്നും ഞാൻ പിന്മാറാം. ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ. ധൃതിയിൽ അയാൾ ഫോൺ വെച്ചിട്ട് പുറത്തേക്ക് നടന്നു. കൂടെ ഏതാനും ജോലിക്കാരും. പിന്നീട് വനജ ദിവാകരനെ ഫോൺ ചെയ്യുകയും ഏതാനും ലക്ഷത്തിൽ ആ വിഷയം മുങ്ങിപ്പോവുകയും ചെയ്തു. ഓഫീസിലെ പെൺകുട്ടി മരിച്ചതിന്റെ കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ താങ്ങാനാവാതെ ആത്മഹത്യയാണെന്നും വിധിയെഴുതി. അവൾ ഗർഭിണിയായിരുന്നു എന്ന കാര്യം പണത്തിന്റെ ഒഴുക്കിൽ അലിഞ്ഞുപോയി. കൃഷ്ണൻ അന്ന് താമസിച്ചിരുന്ന വീട് ഓണറെ പറ്റിച്ച് സ്വന്തമാക്കി. കേസ് നടത്താൻ പണം കൊടുത്തതും ആ സ്വാധീനം ഉപയോഗിച്ചും സഹായിച്ചത് അയാളുടെ സ്വന്തം ദിവാകരേട്ടൻ തന്നെയായിരുന്നു.
രാകേഷ് കുറെ നാളുകൾ ആശുപത്രിയിൽ കിടന്നു. അരയ്ക്ക് താഴെ തളർന്നുപോയ അവന്റെ ബാക്കി ജീവിതം വീൽ ചെയറിലും ആയി. വിരാറിലെ ഒരു രാത്രി എന്ന കഥ ഇതോടെ അവസാനിക്കുന്നു. പ്രിയ കഥാസ്നേഹികളെ, എന്റെ കഥകൾ കേൾക്കുക. എന്റെ കഥാസമാഹാരം ആവശ്യമുള്ളവർ അറിയിക്കുക. സമാഹാരങ്ങൾ ഓൺലൈനിലും ലഭ്യമാണ്.